വേണ്ടേ? ഇന്ന് ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കഥ നശിപ്പിക്കോ. നോക്കിക്കോ, ഞാനിപ്പോ നിങ്ങളെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. ഫ്ലൈയിങ് ഹാമറിന്റെ അറ്റാക്ക്. കാറുകളെല്ലാം ചിതറി ചിന്നാഭിന്നമാകും. Super Speedo, apply formula number 20. ഓടിക്കോ ഓടിക്കോ. രക്ഷിക്കണേ രക്ഷിക്കണേ, ഓടിക്കോ രക്ഷിക്കണേ, ഓടിക്കോ. ഞാൻ വരുന്നത് കണ്ടിട്ട് ജനങ്ങൾ എന്തിനെങ്ങനെ പേടിച്ചോടുന്നത്? ഒരു പക്ഷേ അവർക്ക് മനസ്സിലായി കാണും, നിങ്ങൾ വീണ്ടും കുളിക്കാതെ വന്നെന്ന് മനസ്സിലായി കാണും. മഴ പെയ്താൽ എല്ലാവരും കുട പിടിക്കാറുണ്ട്. ടോണി ബോസ് എത്ര ദിവസമായാലും കുളിക്കാറില്ല. എന്നോട് കളിച്ചാലുള്ള അവസ്ഥ അറിയാവല്ലോ. പ്രശ്നം വരുമ്പോൾ കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ അത് കടന്നു പോകുന്നതിന് മുൻപെയാണ് ഒറ്റവാക്കിൽ ഡിറ്റക്റ്റീവ് ചട്ട്പറ്റ് എന്ന് പറയുന്നത്. കലക്കി സർ, എന്തൊരു പോയിന്റാ പറഞ്ഞത്. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സർ. പിന്നെ ടോണി, പിന്നെ റോൾ നമ്പർ 420ക്കും പറഞ്ഞേക്ക്. അതായത് ഓടിക്കോ. ടോണി ബോസ് വേഗം ഓടിക്കോ, അല്ലെങ്കിൽ അവസാനം നിങ്ങളും പപ്പടം പോലെ പൊടിഞ്ഞു പോകും. അങ്ങോട്ട് നോക്കിയേ. ഓടിക്കോ, രക്ഷപ്പെട്ടോ. ഓടിക്കോ ഓടിക്കോ, വേഗം രക്ഷപ്പെട്ടോ. ഓടിക്കോ 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 ഓടിക്കോ, രക്ഷിക്കോ രക്ഷിക്കോ. ഓടിക്കോ, രക്ഷപ്പെട്ടോ. വേഗം ഓടിക്കോ, രക്ഷപ്പെട്ടോ. വേഗം ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഞാൻ ഇത്രയധികം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എനിക്കിപ്പോ അടുത്ത 2 മണിക്കൂറിന് ഒരു സാധനവും കഴിക്കാനാവില്ല. നിനക്കത് പ്രോമിസ് ചെയ്യാൻ പറ്റോ? ആ കാര്യത്തിൽ എനിക്ക് പ്രോമിസ് ഒന്നും ചെയ്യാനാവില്ല. ഏതായാലും ശ്രമിച്ചു നോക്കാം. ആർസുവിന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ വളരെ ദൂരത്തുനിന്നാ വരുന്നത്. വേറെ വഴിയേ ഇല്ല. സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. ഡേഞ്ചർ എന്ന വാക്ക് കേട്ടപ്പോ തന്നെ എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങിയിരിക്കുക. ഞാനൊരു അല്പം കൂടി കഴിച്ചോട്ടെ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ ജെറ്റ് സ്പീഡില് നോർത്ത് ഡയറക്ഷനിലേക്ക് ചെല്ല്. യെസ് ബ്രോ, ലെറ്റ്സ് ഗോ. സീറ്റ് ബെൽറ്റ് ടൈറ്റ് ചെയ്തോളൂ. ആൻഡ് ഹിയർ വി ഗോ. യിപ്പി. ഓടിക്കോ 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 വേഗം ഓടിക്കോ. പറക്കുന്ന ഹാമറിന്റെ അറ്റാക്ക്. കാറെല്ലാം പീസ് പീസായി ചിതറിപ്പോകും. ഓ നോ, ഇവിടെയുള്ള കാറുകളൊക്കെ ആരോ പീസ് പീസാക്കി നശിപ്പിച്ചിരിക്കുകയാണ്. ആരാ ഇത് ചെയ്തത്? അങ്ങോട്ട് നോക്കൂ സൂപ്പർ സ്പീഡോ. വേഗം അവനെ ഫോളോ ചെയ്യേ.
അത്രയും വലിയൊരു ഹാമർ പെട്ടെന്ന് എങ്ങനെയാ അപ്രത്യക്ഷമായത്? ഈഷ്, മമ്മി, ആ വലിയ പറക്കുന്ന ഹാമർ സൺസിറ്റിയിലെ എല്ലാ വണ്ടികളെയും പീസ് പീസാക്കി കളഞ്ഞു. മൊത്തത്തിൽ ഇപ്പോൾ എല്ലാം സ്ക്രാപ്പ് മെറ്റീരിയലായി മാറിയിരിക്കുകയാണ്. ടെമ്പോ അണ്ണാ, നമുക്ക് ആ വണ്ടികൾ റിപ്പയർ ചെയ്യാൻ പറ്റില്ലേ? അയ്യോ കീക്കോ, ആ ഹാമർ എല്ലാ കാറിനെയും പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞു. ഇനി ആ വണ്ടികൾ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം വേസ്റ്റാ. ഈഷ്, എന്നാ പിന്നെ നമ്മൾ എല്ലാവരും പുതിയ വണ്ടി തന്നെ വാങ്ങണമല്ലേ മമ്മി? അതായത് സൺസിറ്റിയിലുള്ള എല്ലാവരും പുതിയ വണ്ടി വാങ്ങേണ്ട സിറ്റുവേഷനിലാണല്ലേ? ഷെടാ എന്റെ ദൈവമേ, എന്തുമാത്രം നീണ്ട ഒരു ക്യൂ ആണിത്. പഴയ കാറിലും ഡെസ്ട്രോയ് ആയ കാരണം പുതിയ കാറിന്റെ സെയിൽസ് ഇപ്പൊ നന്നായി നടക്കുന്നുണ്ട്. അതിപ്പോ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഹൈ ഡിമാൻഡ്. കഴിഞ്ഞ 4 ദിവസത്തിൽ സൺസിറ്റിയിലെ ഒരുപാട് കാറുകൾ വിറ്റു തീർന്നിരിക്കുക. ഇത്തരം ഒരു വിൽപ്പന ഇതുവരെ നടന്നിട്ടില്ല. എന്താന്നറിയില്ല, പഴയ കാറുകൾ തകർന്നതിനും പുതിയ കാറിന്റെ വിൽപ്പനയ്ക്കും എന്തോ കണക്ഷൻ ഉണ്ടെന്നാ തോന്നുന്നേ. തീർച്ചയായും ഇതിൽ എന്തോ ഒരു ചതിയുണ്ട്. ആര് ചെയ്ത് ചതിയാത്? തീർച്ചയായും കാറിന്റെ കമ്പനി ആയിരിക്കും. ഒരേ സമയത്ത് ഇത്രയും കാറുകൾ ഡാമേജ് ആയില്ലായിരുന്നെങ്കിൽ ഇത്രയും പുതിയ കാറുകളുടെ സെയിൽസ് നടക്കില്ലായിരുന്നോ? ഇപ്പൊ നീ പറഞ്ഞ കാര്യത്തിൽ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ റൈറ്റ്. അയ്യോ കീക്കോ, നീ ഇവിടെ തന്നെ ഉണ്ടോ? നീ വേഗം വാ, മേയർ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരിക്ക. എന്തോ ഒരു എമർജൻസി ആണെന്ന് പറഞ്ഞു. മേയർ അങ്കിൾ, പറയൂ, എന്താണ് എമർജൻസി? ഈഷ്, കിക്കോ, നീ വന്നത് എന്തായാലും നന്നായി. ഈ അച്ചാർ ബോട്ടില് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊന്ന് ഓപ്പൺ ചെയ്തു തരൂ. എനിക്ക് മാങ്ങ അച്ചാറിന്റെ കൂടെ പൊറോട്ടയും ചേർത്ത് കഴിക്കണമെന്ന് കൊതിയാവുന്നു. അപ്പോ മേയർ അങ്കിൾ ഈ ബോട്ടിലിന്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാനാണോ എന്നെ വിളിച്ചത്? ഈഷ്, അല്ലല്ല. അത് കാര്യം എന്താന്ന് വെച്ചാൽ പുതിയ കാറുകളുടെ സെയിൽ പെട്ടെന്ന് കൂടിയിരിക്കുകയാണ്. അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോ തീർച്ചയായും ഇതിന്റെ പുറകിൽ എന്തോ ഒരു ചതിയുണ്ട്. എനിക്ക് തോന്നുന്നത് കാറിന്റെ സെയിൽസ് അധികമാക്കാനായിട്ട് ഏതെങ്കിലും ഒരു കാർ കമ്പനിയുടെ ഓണർ പഴയ കാറുകൾ മുഴുവനും നശിപ്പിച്ചതായിരിക്കാം. അല്ലല്ലല്ലല്ലല്ല, പാവം അയാള് ഒരുപാട് വിഷമത്തോടെ എന്നോട് സഹായം ചോദിച്ചു വന്നിരിക്കുകയാണ്. നോക്കിക്കേ, ആ കോർണറിലോട്ട് നോക്കിക്കേ. കീക്കോ, ഇത് കണ്ടോ? ഇവർക്ക് ആരോ ലെറ്റർ അയച്ചിരിക്കുകയാണ്. ദേ നോക്കിക്കേ. മറ്റുള്ളവരുടെ ലെറ്റേഴ്സ് വായിക്കുന്നത് ബാഡ് മാനേഴ്സ് ആണ്. അങ്കിൾ, നിങ്ങളുടെ ലെറ്റർ നിങ്ങൾ തന്നെ വായിച്ചോളൂ. പ്ലീസ് കീക്കോ, ഇത് ഒരിക്കലും വായിച്ചു നോക്ക്. ഇത് പേഴ്സണൽ ലെറ്റർ ഒന്നും അല്ല, ഇതൊരു ബ്ലാക്ക് മെയിൽ ലെറ്റർ ആണ്. ജനങ്ങൾ പുതിയ കാർ പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ എന്റെ കമ്മീഷൻ വരണം. ഞാൻ ഇതുവരെ പഴയ കാറുകൾ മാത്രമേ തകർത്തിട്ടുള്ളൂ. ഞാൻ ചോദിച്ച പണം ഉടൻ തന്നെ എനിക്ക് കിട്ടിയില്ലെങ്കില് അപ്പൊ ഞാൻ നിങ്ങൾ എല്ലാവരുടെയും ബ്രാൻഡ് ന്യൂ കാർസ് തകർത്ത് ചിഹ്നഭിന്നമാക്കും. പറക്കുന്ന ഹാമറിന്റെ അറ്റാക്ക്, കാറുകളെല്ലാം പീസ് പീസായി പോകും. കിക്കോ, ഞാൻ ഇപ്പോഴാണ് റീസെന്റ് എന്റെ കാർ മാനുഫാക്ചറിംഗ് കമ്പനി തുടങ്ങിയത്. ഇപ്പൊ ഹാമർമാൻ എന്റെ പുതിയ കാറുകളൊക്കെ തകർത്ത് കളഞ്ഞാൽ എനിക്ക് വളരെ വലിയ നഷ്ടമുണ്ടാകും. പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ വലിയ ലോസ് നേരിടേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഹാമർമാൻ എത്രമാത്രം കാശാണ് ചോദിച്ചത്, നമ്മൾ ആ പേയ്മെന്റ് അങ്ങ് കൊടുത്തേക്കാം. ഇല്ല അങ്കിൾ, കാറുകൾ എല്ലാം ഡെസ്ട്രോയ് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങുന്നത് വളരെ വലിയ തെറ്റാണ്. ഈ തെറ്റായ കാര്യത്തിൽ ഹാമർമാനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. നീ പറഞ്ഞു വളരെ ശരിയാ കീക്കോ, നമ്മൾ ആ ഹാമർമാന് കാശ് കൊടുക്കാൻ പാടില്ല. ഒരുപക്ഷെ ആ ഹാമർമാൻ നമ്മുടെ പുതിയ കാറുകൾ തകർത്ത് കളഞ്ഞാലോ? പിന്നെ നമ്മൾ എല്ലാവരും വലിയ ലോസ് ഫേസ് ചെയ്യേണ്ടി വരില്ലേ? അതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നത് അവൻ ചോദിച്ച കാശ് നമുക്ക് അങ്ങ് കൊടുത്തേക്കാം. എന്താ, ശരിയല്ലേ? വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും പുതിയ കാറുകൾ സേഫ് ആയിരിക്കും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എല്ലാവരും പുതിയ കാറുകൾ സൺസിറ്റിയുടെ മെയിൻ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യേ. ഞാനും സൂപ്പർ സ്പീഡോയും അത് വാച്ച് ചെയ്തോളാം. കിക്കോ, ആ 5 കമ്പനിക്കാരന്റെ ഓണേഴ്സും അവരുടെ പുത്തൻ പുതിയ വണ്ടികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്.
എങ്ങനെയെങ്കിലും ഇതൊന്ന് ഡിസ്ട്രോയ് ആകാതെ രക്ഷിക്കണം. അല്ലെങ്കിൽ അവസാനം എല്ലാവരും സൺസിറ്റിയിൽ നടന്നു പോകേണ്ട അവസ്ഥയുണ്ടാകും. ഡോണ്ട് വറി മേയർ അങ്കിൾ. കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളപ്പോൾ ആ ഹാമർമാൻ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾ തീർച്ചയായും തിരിച്ചടി കൊടുക്കുന്നതായിരിക്കും. അത് കണ്ടോ? അയ്യോ, ആ പറക്കുന്ന ഹാമർ വീണ്ടും എത്തിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 38. ഓക്കെ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 38. എന്റെ അത്രയ്ക്ക് പവർഫുൾ മിസൈൽസിന് പോലും ആ ഹാമർമാനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ഫ്ലൈയിങ് ഹാമർ സോളിഡ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതാണ്. എന്റെ ഹാമറുമായി ഏറ്റുമുട്ടാന് കീക്കോയ്ക്കോ സൂപ്പർ സ്പീഡോയ്ക്കോ പറ്റില്ല. പറക്കുന്ന ഹാമറിന്റെ അറ്റാക്ക് കാറുകളെല്ലാം ചിന്ന ഭിന്നമായി ചിതറിപ്പോകും. ഈ ഹാമർ പറക്കാതെ തടഞ്ഞു നിർത്തിയാലേ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനാവൂ. അത് ശരി, അപ്പൊ അവിടെ നിന്ന് ആരോ ഈ ഹാമറിനെ കൺട്രോൾ ചെയ്യാണ്. സൂപ്പർ സ്പീഡോ, ഓട്ടോ റിപ്പയർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ ആദ്യം ഇപ്പൊ സൂപ്പർ സ്പീഡോയും കീക്കോയും അവിടുന്ന് വലിച്ചെറിഞ്ഞേ പറ്റൂ. എന്റെ ഫ്ലൈയിങ് ഹാമറിന്റെ വിങ്സിന്റെ പവർ അത് ഞാൻ ഇപ്പോ കൂട്ടണം. എന്റെ ഈ ഫ്ലൈയിങ് ഹാമറിന്റെ അറ്റാക്ക് കാറുകളെല്ലാം ചിതറി ചിന്ന ഭിന്നമാകും. സൂപ്പർ സ്പീഡോ, ആ ഫ്ലൈയിങ് ഹാമർ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട്. അവൻ ആ കാണുന്ന ടവറിന്റെ ടെറസിലാണുള്ളത്. വേഗം അങ്ങോട്ട് ചെല്ലേ. സൂപ്പർ സ്പീഡോ, ദാ നിൽക്കുന്ന ഹാമർമാൻ. അവന്റെ കയ്യിലുള്ള ഹാമർ വെച്ചാണ് ആ ഫ്ലൈയിങ് ഹാമറിനെ അവൻ കൺട്രോൾ ചെയ്യുന്നത്. ഇവൻ വളരെ സ്ട്രോങ് ആയ ആളാണെന്ന് തോന്നുന്നല്ലോ. ഫ്ലൈയിങ് ഹാമറിന്റെ അറ്റാക്ക് കാറുകളെല്ലാം ചിതറി ചിന്ന ഭിന്നമാകും. വാ, വേഗം ചെന്ന് നമുക്ക് അവനെ പിടിക്കാം. കീക്കോ, അവന്റെ അറ്റാക്ക് വളരെ സ്ട്രോങ് ആണ്. ടോട്ടൽ സിസ്റ്റമും ജാമായി പോയി. നമ്മൾ ക്രാഷ് ലാൻഡിംഗ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇതുപോലുള്ള സമയത്ത് ഒരു ഒറ്റ ഫോർമുലയ്ക്ക് നമ്മളെ രക്ഷിക്കാനാവോ? അപ്ലൈ ചെയ്യേ ഫോർമുല നമ്പർ 8. ഫ്ലൈയിങ് ഹാമറിന്റെ അറ്റാക്ക് കാറുകളെല്ലാം ചിതറി ചിന്ന ഭിന്നമാകും. ഹാമർമാൻ 3 കമ്പനികളുടെ എല്ലാ കാറുകളെയും നശിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ 2 കമ്പനികളുടെ വണ്ടി മാത്രം ടച്ച് ചെയ്തിട്ടേ ഇല്ല. എന്റെ പുത്തൻ പുതിയ കാറുകളെല്ലാം വേസ്റ്റ് ആയി പോയി. എല്ലാ കാറുകളും അവൻ ഇന്ന് നശിപ്പിച്ചു. ഇപ്പോ ഞാൻ എന്റെ ബിസിനസ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ്.
ഈഷ്, എനിക്കൊരു കാര്യമാണ് മനസ്സിലാവാത്തത്. ആ ഹാമർമാൻ പോളർ റോളത്തിന്റെ കമ്പനിയുടെ കാർ ഒഴികെ മറ്റു എല്ലാ കമ്പനികളുടെ കാറുകളും നശിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്? അതിന് കാരണമുണ്ട്. ഞാൻ പേടിച്ച് ഹാമർമാൻ ചോദിച്ച മുഴുവൻ കാശും അവന് ഞാൻ അയച്ചു കൊടുത്തു. എന്താ നിങ്ങൾ കാശ് കൊടുത്തെന്നോ? പോളങ്കിൾ, നിങ്ങളും കാശ് കൊടുത്തായിരുന്നോ? ഇല്ല, ഞാൻ കാശൊന്നും കൊടുത്തിട്ടില്ല. ഞാനെന്തിനാ അവന് കാശൊക്കെ കൊടുക്കുന്നേ? ആ ഹാമർമാൻ നിങ്ങളുടെ കമ്പനി കാർ മാത്രം എന്താണ് തകർക്കാത്തത്? എന്നോട് ചോദിച്ചാൽ അതെങ്ങനെ എനിക്കറിയാം? ചിലപ്പോ അവൻ എന്നെ കണ്ട് പേടിച്ചു കാണും. ശരി, വരും, നമുക്ക് പോകാം. കീക്കോ, എനിക്ക് തോന്നുന്നത് നമുക്ക് ആ പോളിന്റെ വീട്ടിൽ ചെന്ന് രഹസ്യമായി ഒന്ന് ചെക്ക് ചെയ്യാമെന്നാണ്. സൂപ്പർ സ്പീഡോ, നീ ഇവിടെ തന്നെ നിക്ക്. ഞാൻ അകത്ത് പോയി ചെക്ക് ചെയ്തിട്ട് വരാം. പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞെന്നാ തോന്നുന്നേ. എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പുറത്തു കടക്കണം. ആ, ഇത്രയും വലിയ മിററോ? ചെക്ക് ചെയ്തേ പറ്റൂ. ഇതെന്തിനാ അവിടെ ഒരു ബട്ടൺ? അപ്പൊ എന്റെ സംശയം ശരിയാണെന്ന് തോന്നുന്നു. ആ പോൾ തന്നെയാണ് ഹാമർമാൻ. നീ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. ഞാൻ ഈ കാര്യം എല്ലാരോടും പറഞ്ഞ് നിന്റെ മുഖംമൂടി കീറിക്കളയും. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് എന്റെ കമ്പനിയിലെ കാർ വിൽപ്പന അധികമാക്കിയിരിക്കുക. നീ ഇപ്പോ എന്നെ കുറിച്ചുള്ള രഹസ്യം പുറത്തിറക്കുന്നല്ലേ പറയുന്നത്? നടക്കില്ല. നീ അത് ചെയ്യണമെങ്കിലേ ആദ്യം നീ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് വേണ്ടേ? ആഹാ. ഇന്ന് ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കഥ നശിപ്പിക്കോ. നോക്കിക്കോ, ഞാനിപ്പോ നിങ്ങളെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. ഫ്ലൈയിങ് ഹാമറിന്റെ അറ്റാക്ക്. കാറുകളെല്ലാം ചിതറി ചിന്നാഭിന്നമാകും. സൂപ്പർ സ്പീഡോ, അപ്ലൈ ഫോർമുല നമ്പർ 20. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 27 അപ്ലൈ ചെയ്തിട്ട് അവനെ ഡീൽ ചെയ്യ്. ഓക്കേ കീക്കോ. കീക്കോ,
എന്റെ ഹാമറിനെ ആ ഫ്ലൈയിങ് ഹാമർ സാധാരണ ഒരു വടി തട്ടിക്കളയുന്നത് പോലെ തട്ടിക്കളഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യുക? സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 94. ഗ്രേറ്റ് ഐഡിയ ബഡി. ഐ തിങ്ക് ഗ്ലൂ ഉപയോഗിച്ച് ഫ്ലൈയിങ് ഹാമറിനെ ഒട്ടിച്ചിട്ട് അതിനെ കുറച്ചു നേരത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഫ്ലൈയിങ് ഹാമറിന്റെ അറ്റാക്ക്. കാറുകളെല്ലാം ചിതറി ചിന്ന ഭിന്നമാകും. ഓ നോ, എന്റെ ഫ്ലൈയിങ് ഹാമർ. ഇപ്പൊ തന്നെ അതിന്റെ പവർ അങ്ങ് അധികമാക്ക്. ഞാൻ ആ ഫ്ലൈയിങ് ഹാമർ റിപ്പയർ ആവുന്നതിന് മുമ്പ് ആ റിമോട്ട് കൺട്രോൾ ഹാമർ ആ ഹാമർമാന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കണം. അതിനുവേണ്ടി ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. അയ്യോ, ഹാമറിന്റെ മുകളിൽ ആരെങ്കിലും കിടന്ന് ഉറങ്ങൂടാ. യഥാർത്ഥ ഹാമർമാൻ. ഈഷ്, അതെ, ഇവൻ ഒറിജിനൽ ഹാമർമാൻ തന്നെയാണ്. എനിക്കൊരല്പം സംശയമുണ്ടായിരുന്നു. സത്യമാണ്. ഷെടാ എന്റെ ദൈവമേ, ഹാമർമാനിപ്പോ ബോധം തെളിഞ്ഞെന്നാ തോന്നുന്നത്. ഡോണ്ട് വറി ഡോഡോ, ഇനി ഇവൻ വിചാരിച്ച പോലും ഈ ഫ്ലൈയിങ് ഹാമർ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഹാമറിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിലാ ഉള്ളത്. ഓ നോ, എന്റെ ഫ്ലൈയിങ് ഹാമർ. ചുവരിൽ ആണിയടിക്കാൻ ഉപയോഗിക്കുന്ന ഹാമർ വെച്ച് നീ ചില അഭ്യാസങ്ങളൊക്കെ കാണിച്ചു. ഇപ്പൊ നിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടില്ലേ? എന്തായി പറയുന്നേ? സാർ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവൻ അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴും.